ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മള് 55 ശ്ലോകം നോക്കി. ഇതില് ഭുങ്ക്തേ വിചിത്രാസ്വപിയോനിഷു പ്രജൻ ആയാതി നിർയാത്യദ്ധ ഊർധ്വമേഷഃ അസ്യൈവ വിജ്ഞാനമയസ്യ ജാഗ്രസ്വപ്നാദ്യവസ്ഥാ സുഖദുഃഖ ഭോഗാഃ എന്നുള്ള ലാസ്റ്റ് ശ്ലോകം നമ്മൾ നോക്കി. പല ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു ജീവൻ. പല ശരീരങ്ങളിൽ ജീവനായിട്ട് നിൽക്കുന്നു. നമ്മൾ ആ ജീവനെയാണ് അറിയാതെ ആത്മാ ആത്മാ എന്ന് നമ്മൾ പറയുന്നു. ജീവൻ പോയി എന്നുള്ളതിനെ ആത്മാ പോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ അജ്ഞാനം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 5 കോശങ്ങള് നമ്മൾ ഓരോ കോശങ്ങളായിട്ട് നോക്കിയപ്പോൾ ഒരു കോശവും ആത്മാ അല്ല എന്ന് അതിൻ്റെ കോശങ്ങളുടെ ലക്ഷണങ്ങളെ പറഞ്ഞ് ആ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ അത് ആത്മാ അല്ല എന്ന് തിരിച്ചറിയണം എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മൾ വിജ്ഞാനമയ കോശമാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിജ്ഞാനമയ കോശത്തിൽ പറഞ്ഞു ആനന്ദത്തിന്റെ പ്രതിബിംബമാണ് അവിടെ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം. യഥാർത്ഥ ആത്മാനന്ദമല്ല, ആത്മാനന്ദത്തിന്റെ പ്രതിബിംബ ആനന്ദമാണ് അനുഭവിക്കുന്നത് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ഈ അടുത്ത ശ്ലോകത്തില് വിജ്ഞാനമയ കോശം ആത്മാ അല്ല എന്ന് കാരണസഹിതം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ആ ശ്ലോകം എന്താണ് നോക്കാം. അതോ നായം പരാത്മസ്യാത് വിജ്ഞാനമയ ശബ്ദഭാക് വികാരിത്വാത് ജഡത്വാച്ച പരിച്ഛിന്നത്വഹേതുതഃ ദൃശ്യത്വാത് വ്യഭിചാരിത്വാത് നാ നിത്യോ നിത്യ ഈഷ്യത്തെ നാ നിത്യോ നിത്യ ഈഷ്യത്തെ. അതോ നായം പരമാത്മസ്യാത് വിജ്ഞാനമയ ശബ്ദഭാക് വികാരിത്വാത് ജഡത്വാച്ച പരിച്ഛിന്നത്വഹേതുതഃ ദൃശ്യത്വാത് വ്യഭിചാരിത്വാത് നാ നിത്യോ നിത്യ ഇഷ്യത്തെ. എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കാരണം വിജ്ഞാനമയ കോശം അതിലാണ് വന്ന് നിൽക്കുന്നത്. ഈ വിജ്ഞാനമയ കോശം ആത്മാ അല്ല എന്ന് ഉള്ള കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ എന്താണത്? അതഹ, അതായത് നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. വിജ്ഞാനമയ കോശത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ആ ലക്ഷണങ്ങളൊക്കെ കൊണ്ട് അയം, ഈ വിജ്ഞാനമയ കോശം പരാത്മാ നസ്യാത്, സാക്ഷാൽ പരമാത്മാവായിരിക്കാൻ സാധ്യതയില്ല, പറ്റില്ല. മേൽപ്പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ഈ വിജ്ഞാനമയ കോശം പരമാത്മാവായിരിക്കാൻ പറ്റില്ല. പിന്നെന്താ പറയണേ? അതായത് ഞാൻ എന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ്. ഒരു നമ്മൾ മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു അഹങ്കാരം, അങ്ങനെയല്ല. അത് അഹംകാരം. ഞാൻ എന്ന് പറയുന്നതിന് അഹംകാരമാണ്. വിജ്ഞാനമയ ശബ്ദഭാവ്, വിജ്ഞാനമയം എന്ന് പറയുന്ന പേരോട് കൂടിയ ഈ ഞാൻ, ആ ഞാൻ ആത്മാവായിരിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതോ നായം പരാത്മസ്യാത് വിജ്ഞാനമയ ശബ്ദഭാവ്. വിജ്ഞാനമയത്തിലുള്ള ഞാൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അറിവ് കൊണ്ടൊക്കെ ഞാൻ എന്ന് പറയുന്നത്, അതൊരിക്കലും പരമാത്മാവായിരിക്കില്ല. അതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞു. കാരണങ്ങൾ പറയുന്നത് അടുത്ത വരിയിൽ പറയുന്നു. വികാരിത്വാത് ജഡത്വാച്ച പരിച്ഛിന്നത്വഹേതുതഃ. എന്താണ് കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം വികാരിത്വാത്, മാറ്റം വരുന്നതിനാൽ.
വികാരിത്വം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വേദാന്തം പഠിച്ചു തുടങ്ങിയപ്പോഴേ അവിടുത്തെ വികാരം എന്നുള്ളതിന് മാറ്റം എന്നാണ് നമ്മൾ പഠിച്ചത് മുഴുവൻ. അത് തന്നെയാണ് ഇവിടെ. വികാരിത്വാദ് എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്നതിനാൽ. ഈ മാറ്റം ഞാൻ കാണുന്നില്ലേ? ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചെറുതായിരുന്നപ്പോ വലുതായിരുന്നപ്പോ എല്ലാം നമ്മൾ പറയുന്നത്, കൈ കാല് വളരുന്നത്, എല്ലാം മുടി നരയ്ക്കുന്നത്, എല്ലാം മുടി ഉണ്ടാകുന്നത്, എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ മാറുന്നില്ല, എൻ്റെ ശരീരത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നു ഇല്ലേ? മനസ്സിൽ ഇങ്ങനെ മാറി 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 അന്നത്തെ മനസ്സല്ല ഇന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിൽ മാറ്റങ്ങൾ, വിജ്ഞാനമയത്തിൽ അറിവിൽ മാറ്റം, ഓരോ അറിവും പുതിയ 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 അറിവ്. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കുന്നതിനാൽ, മാറ്റം സംഭവിക്കുന്നതിനാൽ വികാരിത്വാത് വിജ്ഞാനമയ കോശം ആത്മാ അല്ല. പിന്നെ ജഡത്വാ, ജഡമായതിനാൽ. അതിപ്പോ സംശയം തോന്നുന്നു, അതെങ്ങനെയാ ജഡമാണെന്ന് പറയുന്നേ? ജഡമാണെന്ന് പറയുന്നത് ആക്ച്വലി ഈ വിജ്ഞാനമയ കോശം നമ്മൾ ഏതുമായിട്ടാ ബന്ധിപ്പിച്ചേ? സൂക്ഷ്മ ശരീരങ്ങളുമായിട്ട് അല്ലെ? സൂക്ഷ്മ ശരീര അംഗമാണ്. സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ് സ്ഥൂല ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സ്, വിജ്ഞാനമയ കോശമൊക്കെ നമ്മൾ പറഞ്ഞത് സൂക്ഷ്മ ശരീരത്തിൽ വ്യക്തമായി വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂക്ഷ്മ ശരീര അംഗം. അപ്പൊ ഈ സൂക്ഷ്മമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ ജഡമാണ്. അതിനെ ചേതനത്വം കൊടുക്കുന്നത് പരമാത്മാവാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ശരീരത്തെ, നമ്മളിലുള്ള സൂക്ഷ്മ ശരീരത്തെ ജഡമായ സൂക്ഷ്മ ശരീരമാണ്. കാരണം ജഡമായ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ജഡമായ സൂക്ഷ്മ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന, ചേതനത്വം കൊടുക്കുന്നത് ആത്മായാണ്. അപ്പോ ജഡസൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായതും ജഡമായിരിക്കും. ജഡസൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന്, പഞ്ചഭൂതങ്ങളെല്ലാം ജഡമാണ്, അതിന് ചേതനത്വം കൊടുക്കുന്നത് ആത്മാവാണ്, പരമാത്മാവാണെന്ന് അറിയാം. അതേപോലെ അപ്പൊ അതിൽ നിന്ന്, ആ ജഡമായ സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം ജഡമായിരിക്കും. അപ്പോ അങ്ങനെ ഉണ്ടായ ഈ സൂക്ഷ്മ ശരീരത്തിന് ആരാണ് ചൈതന്യം കൊടുക്കുന്നത്? ആത്മാവാണ് ചൈതന്യം കൊടുക്കുന്നത്. ആത്മാവിന്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ആ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോ ജഡത്വ, ജഡമായതിനാൽ ആത്മാവിന്റെ ചൈതന്യം അവിടെ പ്രതിബിംബിക്കുമ്പോൾ ചേതനത്വം എന്ന അറിവ് വരുന്നു. അപ്പോ ആ ജഡമായ വസ്തു ചേതനത്വത്തിലേക്ക് വരുന്നു. ജഡമായ മനസ്സ് ചേതനത്വത്തിലേക്ക് വരുന്നു. ഉടലിലെ ചേതനത്വം മനസ്സിലൂടെ, മനസ്സിലെ ചേതനത്വം ആത്മാവിലൂടെ. ആത്മാവ് സ്വയം ജ്യോതിയാണ്. മനസ്സിൽ ചേതനത്വം ഉണ്ടാകുന്നത് ആത്മാവിലൂടെയാണ്. അപ്പൊ ബുദ്ധി എല്ലാം അവിടെ പ്രവർത്തിക്കുന്നവരൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ആത്മാവിന്റെ ശക്തി കൊണ്ട്. ആത്മാവോ അത് സ്വയം ജ്യോതിസാണ്. അതിനെ വേറെ ആരും പ്രകാശപ്പെടുത്തുകയോ ചേതനത്വം കൊടുക്കുകയോ വേണ്ടതില്ല. അതാണ് ചേതനത്വത്തിന്റെ ആ ഉത്ഭവസ്ഥാനം. ചേതനത്വം ലഭിക്കുന്നത് അവിടെ നിന്നാണ്. സ്വയം ജ്യോതിയാണ്. പിന്നെ പറയുന്നു പരിച്ഛിന്ന ഹേതുത്വ. പരിച്ഛിന്നം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ളത്, നാശമുള്ളതിനാൽ. വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചതിന് നാശമുണ്ട് ഇല്ലേ? നമ്മളത് എങ്ങനെയാ പഠിച്ചത്? വിജ്ഞാനമയ കോശം ആദ്യത്തെ ഭാഗത്ത് പഠിച്ചത് ഓർമ്മയുണ്ടോ? രണ്ട് ചേർന്നതാണ് എന്ന് പറഞ്ഞല്ലേ? മനസ്സും ബുദ്ധിയും. അപ്പോ ബുദ്ധിയും ജ്ഞാനേന്ദ്രിയവും ചേർന്നതാണ് വിജ്ഞാനമയ കോശം എന്ന് പഠിച്ചു. ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നത് എന്ന് പറഞ്ഞു. അവിടെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല നാശമുണ്ട്. അതുകൊണ്ട് ആത്മാവല്ല, ആത്മാനാശമില്ലാത്തതാണ്. മാത്രമല്ല ആത്മാവിനെ ബൃഹത്, മഹത്ത് എന്നൊക്കെ പറയും. ആത്മാവിന്റെ വലുപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ പരിച്ഛിന്നമാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയും അറിവും ഒക്കെ ഉള്ളൂ നമുക്ക്. പിന്നെ അടുത്തത് ദൃശ്യത്വ, അനുഭവിക്കപ്പെടുന്നതിനാൽ. എങ്ങനെയാ അനുഭവിക്കപ്പെടുന്നേ? നമ്മുടെ അറിവ് നമുക്കറിയാലോ. എനിക്ക് ഇന്നതൊക്കെ അറിയാം, ഇന്ന കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു സാധനം കാണുമ്പോൾ, അത് ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് അറിയുന്നു.
അങ്ങനെ ദൃശ്യമായിട്ടുള്ളതിനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കാണപ്പെടുന്നതൊന്നും ഞാനല്ല. അപ്പൊ നമ്മുടെ ശരീരത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും കാണാൻ പറ്റുന്നത് കൊണ്ട് ഇതൊന്നും ഞാനല്ല. ഞാൻ കാണുന്നവനാണ്. കാണുന്ന ആളാണ് ഞാൻ, കാണപ്പെടുന്ന ഒന്നുമല്ല. അപ്പോ ദൃശ്യത്വാത് അനുഭവിക്കപ്പെടുന്നതിനാൽ എന്നിവിടെ പറയാം. അപ്പോ അനുഭവിക്കുന്നത് കൊണ്ട്, ഈ അനുഭവിക്കുന്നത് ആരാണ്? ആത്മാ അല്ല അനുഭവിക്കുന്നത്. നമ്മൾ തെറ്റായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ആത്മായല്ല അനുഭവിക്കുന്നത്, ജീവനാണ് അനുഭവിക്കുന്നത്. ആത്മാക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. ആത്മാ എപ്പോഴും ആ പരമാനന്ദത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുക. അതിന് വേറെ സങ്കടാനുഭവം, സന്തോഷാനുഭവം വെവ്വേറെ ഒന്നും ഇല്ല അവിടെ. അതെല്ലാം ജീവനാണ് സംഭവിക്കുന്നത്, ആത്മാക്കല്ല. പിന്നെ വ്യഭിചാരിത്വാ, അതായത് മാറുന്നതിനാൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലാതാകുന്നതിനാൽ, ഉണ്ട് പക്ഷെ ഇല്ലാതാകുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഈ ബുദ്ധിയുമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇല്ലാണ്ടാവുന്നുണ്ട്. എപ്പോഴാണ്? ആഴ്ന്ന ഉറക്കത്തില് ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾ ആദ്യം നമ്മൾ കാണുന്ന സ്ഥൂല ശരീരമെല്ലാം നിശ്ചലമായിട്ടിരിക്കും. പിന്നെ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരം ഉണ്ടാവും. പിന്നെ സുഷുപ്തി അവസ്ഥയിൽ ഇവരാരും പ്രവർത്തിക്കത്തില്ല. അപ്പോ ബുദ്ധി ഉണ്ട്, പക്ഷെ അവിടെ ഇല്ലല്ലോ, ആ സമയത്തില്ല. അപ്പൊ അങ്ങനെ വ്യഭിചാരിത്വാദ്, മാറുന്നതിനാൽ, ഉണ്ടെന്നും പറയാം, ഇല്ലാത്ത അവസ്ഥയും ഉണ്ട്. കംപ്ലീറ്റ് ഇല്ലാതെ ഒരു ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാതെ, മനസ്സൊന്നും പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സമയവുമുണ്ട്. അങ്ങനെ ആഴ്ന്ന ഉറക്കത്തിൽ ജ്ഞാനിയും അജ്ഞാനിയും ഒരുപോലെയാ, അല്ലെ? ആഴ്ന്ന ഉറക്കത്തിൽ ജ്ഞാനിയും അജ്ഞാനിയും ഒരുപോലെ എന്ന് പറയും. സാധാരണ പറയുമ്പോൾ, തമാശയ്ക്ക് പറയുമ്പോൾ അങ്ങനെ പറയും. ആഴ്ന്ന ഉറക്കത്തിൽ ജ്ഞാനിയും അജ്ഞാനിയും ഒരുപോലെ എന്ന്, ഒരേ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയും. ഇല്ലാതാകുന്നതിനാൽ അനിത്യമാണത്. അവിടെ ഇല്ലാണ്ടാകുന്നുണ്ട്, ബുദ്ധിയും ഒന്നുമില്ല അവിടെ. അപ്പൊ അറിവും ഒന്നുമില്ല, അപ്പൊ ഇല്ലാണ്ടാകുന്നുണ്ട്. ഇല്ലാണ്ടാകുന്നത് കൊണ്ട് അത് അനിത്യമാണ്. അതിനെ ആത്മാ എന്ന് പറയാൻ പറ്റില്ല. അനിത്യമായത് എങ്ങനെ നിത്യമാകും? നിത്യമാകില്ല, ആത്മാകാവില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന ഈ ശ്ലോകത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതോ നായം പരാത്മസ്യ വിജ്ഞാനമയ ശബ്ദ ഭാഗ് വികാരിത്വാ ജഡത്വാച്ച പരിച്ഛിന്ന ഹേതുതഃ പരിച്ഛിന്നത്വ ഹേതുതഃ ദൃശ്യത്വാത് വ്യഭിചാരിത്വാത് ന നിത്യോ നിത്യ ഈഷ്യതേ. അപ്പോ ഈ കാരണങ്ങളെ കൊണ്ട്, ഒന്ന് വികാരിത്വം, മാറ്റം വരുന്നതിനാൽ; രണ്ട് ജഡമായതിനാൽ; മൂന്ന് പരിച്ഛിന്നം കൊണ്ട്; നാല് ദൃശ്യത്വാത്; അഞ്ച് വ്യഭിചാരിത്വാത്. ഈ കാരണങ്ങളെ കൊണ്ടെല്ലാം മനസ്സിലാക്കണം എന്ത്? വിജ്ഞാനമയ കോശം ആത്മാ അല്ല എന്ന് മനസ്സിലാക്കണം എന്നാണ് ആ ശ്ലോകത്തില് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദമയ കോശത്തിലേക്ക് പോവുകയാണ്. ബാക്കിയൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയാൽ ഈ ആനന്ദമയ കോശം എന്നുള്ളതാണ് ആത്മാ. കാരണം ആനന്ദം അവിടെ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും. നമ്മൾ പൊതുവെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ആനന്ദമായിട്ടിരുന്നാൽ ആത്മായിലായി എന്നൊരു ധാരണയാണ് ആത്മാവാണെന്നാണ്. അപ്പോൾ അതിനെയൊക്കെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ശങ്കര സ്വാമികള്. ആനന്ദ പ്രതിബിംബ ചുംബിത തനുർവൃത്തിസ്തമോ ജൃംഭിത സ്യാദാനന്ദമയ പ്രിയാദി ഗുണഗ സ്വേഷ്ടാർത്ഥലാബോധയഃ പുണ്യസ്യാനുഭവേ വിഭാതി കൃതിനാമാനന്ദരൂപ സ്വയം ഭൂത്വാ നന്ദതി യത്ര സാധു തനുഭൃത് മാത്ര പ്രയത്നം വിനാ. ആനന്ദ പ്രതിബിംബ ചുംബിത തനുർവൃത്തിസ്തമോ ജൃംഭിത സ്യാദാനന്ദമയ പ്രിയാദി ഗുണക സ്വേഷ്ടാർത്ഥലാബോധയഃ പുണ്യസ്യാനുഭവേ വിഭാതി കൃതിനാമാനന്ദരൂപ സ്വയം ഭൂത്വാ നന്ദതി യത്ര സാധു തനുഭൃന്മാത്ര പ്രയത്നം വിനാ. വളരെ വലിയ ഒരു ശ്ലോകം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു ശ്ലോകമാണ്. അതായത് ആനന്ദമയ കോശത്തെ നമുക്ക് വിവരിച്ചു തരും. ആനന്ദമയ കോശത്തെ വിവരിച്ചു തരും ഇവിടെ. എന്നിട്ട് പറയും ഇതും ആത്മാ അല്ല എന്ന്. ഇതുവരെ എങ്ങനെയാണല്ലോ വന്നേ? അന്നമയ കോശത്തെ വിവരിച്ചു,
ആത്മാ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പ്രാണമയ കോശത്തെ വിവരിച്ചു, കാര്യകാരണ സഹിതം പറഞ്ഞു ഇന്നിന്ന കാരണങ്ങളെ കൊണ്ട് ആത്മാവല്ല. മനോമയത്തെ പറഞ്ഞു, വിജ്ഞാനമയത്തെയും പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇന്നതാക്കിയാണെന്ന്. അതേപോലെ ഇപ്പൊ ആനന്ദമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും 5 കോശങ്ങൾ അവസാനത്തെ ഭാഗമായ ആനന്ദമയ കോശം. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കാരണശരീരം. ആനന്ദമയ കോശം പല ആൾക്കാർ പല വിധത്തിൽ പറയും. ഇവിടെ കാരണശരീരം. ഓർമ്മയുണ്ടോ കാരണശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇതെല്ലാം ആണ് നമ്മൾ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥൂല ശരീരമാണ് ഞാൻ എന്ന് പറയും. സ്വപ്നം കാണുമ്പോൾ നമ്മൾ സൂക്ഷ്മ ശരീരത്തിലാണ്, അപ്പോഴും ഞാൻ പറയും. ഇതിന്റെ ഉത്ഭവം കാരണശരീരമാണ്, അതും ഞാൻ എന്ന് പറയും. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ എന്നാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. സ്ഥൂല ശരീരത്തിന്റെ കാര്യമാണ് നമ്മൾ ആദ്യത്തെ അന്നമയത്തിലും പ്രാണമയത്തിലും നോക്കിയത്. പിന്നെ സൂക്ഷ്മ ശരീരം നോക്കിയപ്പോ എന്തായി? സ്ഥൂല ശരീരത്തിൽ അന്നമയം മാത്രമേ നോക്കിയുള്ളൂ, പ്രാണമയത്തിനെ കാര്യമായിട്ട് എടുത്തില്ല. അവിടെ സൂക്ഷ്മ ശരീരം വരുമ്പോ പ്രാണമയം, ശ്വാസം, പ്രാണമയവും എടുത്തു, മനോമയവും എടുത്തു, വിജ്ഞാനമയവും എടുത്തു. 3 എടുത്തു സൂക്ഷ്മ ശരീരത്തില്. അതെല്ലാം ആത്മാവല്ല എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയ ശങ്കരാചാര്യസ്വാമികള്. ഇനി കാരണശരീരം വരുന്നു, ആനന്ദമയ കോശം എന്ന പേരിൽ. കാരണശരീരമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, മനസ്സിലാകില്ല എന്ന് തന്നെ പറയാം, അത്രയും വിഷമമാണ് കാരണശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ. നമ്മള് പല പല വിഷയങ്ങളോട് ഇഷ്ടം വെച്ച്, താല്പര്യം വെച്ച് ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെ ആനന്ദം അനുഭവിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഒരു വസ്തു, ആ വസ്തുവിനെ കാണുമ്പോൾ തന്നെ ഒരു ആനന്ദം. നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം, ഒരു വസ്തു, എന്തെങ്കിലും ആവട്ടെ, ഒരു ഭക്ഷണമായിക്കോട്ടെ, ഒരു ഭക്ഷണ പദാർത്ഥമായിക്കോട്ടെ, ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ കിട്ടും, എവിടെ കിട്ടുന്നു എന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത്, ഒരു കടയിൽ, ഒരു ഹോട്ടലിൽ നമ്മൾ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഫുഡ് അവിടെ കാണുന്നു. കണ്ട ഉടനെ എന്തുണ്ടാവും? ഒരു സന്തോഷം. എത്ര കാലമായി ഞാൻ അന്വേഷിക്കുന്നു, ഇതാ ഇപ്പോഴാണ് എന്റെ ഈശ്വരന്റെ അനുഗ്രഹം, അതാ ഇപ്പൊ കണ്ടു. അപ്പൊ ഒരു ആനന്ദം. പിന്നെയോ ഒരു സന്തോഷം ഉണ്ടായി അപ്പൊ മനസ്സിൽ. പിന്നീട് അത് നമ്മൾ മേടിക്കുന്നു. അപ്പൊ അതിന് പ്രൈസ് കൊടുത്ത് അത് ടേബിളെ വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടേതായി, നമ്മുടെ കയ്യിൽ, നമ്മുടെ കൈവശമായി. അപ്പോ കുറച്ചുകൂടി ഒരു ആനന്ദം, വേറൊരു ആനന്ദം കൂടെ ഉണ്ടായി. ആദ്യം കണ്ടപ്പോഴുള്ള ആനന്ദം അല്ലല്ലോ കയ്യിൽ വന്നപ്പോ. പിന്നെ അത് ഭക്ഷിക്കുന്നു, അത് സ്വാദോടുകൂടി അത് കഴിക്കുമ്പോ ആനന്ദം അതിന്റെ പരമാവധിയിലെത്തി. അപ്പൊ 3 ആനന്ദം ഇവിടെ ഉണ്ടായി. കാണുമ്പോൾ ഒന്ന്, നേടുമ്പോൾ ഒന്ന്, അനുഭവിക്കുമ്പോൾ. അപ്പോ ഇതെല്ലാം മനസ്സിൽ സന്തോഷമാണ്. ഇതെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലാണ്. ഈ വസ്തുവിനെ കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലാണ്, അല്ലെ? സന്തോഷം എവിടെ ഉണ്ടായി? പ്രത്യേകിച്ച് കയ്യിലോ കാലിലോ ഒന്നുമല്ലോ ഉണ്ടായി. ഇതെല്ലാം മനസ്സിലാണ് ഉണ്ടാവുന്നത്. ആദ്യം ചെറിയ സന്തോഷം, കുറച്ചുകൂടെ വലിയ സന്തോഷം, കുറച്ചുകൂടെ വലിയ സന്തോഷം. ശാസ്ത്രം പറയുന്നു, നമ്മളിപ്പോ എന്ത് വിചാരിച്ചു? നമുക്ക് ഇഷ്ടപ്പെട്ട ആ വസ്തു നമുക്ക് ആനന്ദം തന്നു എന്നല്ലേ നമ്മൾ സാധാരണ വിചാരിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വസ്തു, ആ ഭക്ഷണം, അത് നമുക്ക് ആനന്ദം തന്നു എന്നാണല്ലോ സാധാരണ നിലയ്ക്ക് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ശാസ്ത്രം പറയുന്നു, വേദാന്തം പറയുന്നു, അങ്ങനെ ആ വസ്തു അല്ല ആനന്ദം തരുന്നേ. ഒരു വസ്തുവിനും അങ്ങനെ ആനന്ദം തരാൻ പറ്റില്ല. ആ വസ്തുവിൽ ആനന്ദമില്ല. ഒരു വസ്തുവിലും ഈ ആനന്ദം ഒളിഞ്ഞു കിടപ്പില്ല. ഇല്ലാത്തതിനെ ആ വസ്തു എങ്ങനെ തരും? അപ്പൊ വസ്തുവല്ല അത് തരുന്നത്. നമ്മൾ വിചാരിക്കുന്നതോ ഇഷ്ടപ്പെട്ട വസ്തു ആനന്ദം തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ശാസ്ത്രം തീർത്ത് പറയുന്നു, വസ്തുക്കളിൽ ആനന്ദം ഇല്ല. അതാണ് ശാസ്ത്രം പഠിച്ചാലുള്ള വ്യത്യാസം. അതാ
ശാസ്ത്രം എന്ന് പറയണതായിട്ട് അങ്ങനെ പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാവൂ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പറഞ്ഞാൽ മനസ്സിലാവുമോ? ആരോടെങ്കിലും പോയി പറഞ്ഞാൽ ഈ വസ്തു അല്ല കേട്ടോ നിങ്ങൾക്ക് സന്തോഷം തരണേ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നമുക്കും ഇപ്പോഴല്ലേ കൂടുതൽ മനസ്സിലാവുന്നത്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നേ. അപ്പോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. ഒരു ഭാഗ്യം, ഒരു ഈശ്വരാനുഗ്രഹം വേണം. അപ്പൊ ആനന്ദം തരുന്നു എന്ന് പറഞ്ഞാൽ വസ്തു അല്ല. ശാസ്ത്രം പറയുന്നു വസ്തുക്കളിൽ ആനന്ദം ഇല്ല. കാരണം വളരെ സിമ്പിളാണ്. ഒരേ വസ്തു പലരിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കണ്ടപ്പോൾ ആനന്ദമുണ്ടായി, കിട്ടിയപ്പോൾ ആനന്ദമുണ്ടായി, കഴിച്ചപ്പോൾ ആനന്ദമുണ്ടായി. ഇതേ ഭക്ഷണം വേറൊരാൾക്ക് കൊടുത്താൽ അയാൾക്കത് ഇഷ്ടമില്ലാത്തതാണെങ്കിലോ, അയാൾക്കൊട്ടും താല്പര്യമില്ലാത്തതാണെങ്കിൽ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. ഇനി കുറച്ച് വേണമെങ്കിൽ ആവാം എന്നുള്ള ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അപ്പൊ അത് വേറൊരു ടൈപ്പ്. ഇങ്ങനെ ഈ വസ്തു ആനന്ദം കൊടുക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ ആ വസ്തു എല്ലാവർക്കും ആനന്ദം കൊടുക്കണ്ടേ? വസ്തുവിൽ ആനന്ദം നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ, വസ്തുവിന് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ വസ്തു എല്ലാവർക്കും ആനന്ദം കൊടുക്കണം, സകല ജീവജാലങ്ങൾക്കും ആനന്ദം കൊടുക്കണം. അങ്ങനെയല്ലല്ലോ, ഒരു വസ്തുവും അങ്ങനെ ഇല്ല. ഓരോരുത്തർക്കും ഓരോ വസ്തുവിലാണ് ആനന്ദം. ഓരോ ജീവികൾക്ക് പോലും ഓരോന്നിലുമാണ് ആനന്ദം. ഓരോ ജീവന്മാർക്കും ഓരോന്നിലാണ് ആനന്ദം. അതായത് ഒരു വസ്തുവും സ്വയം ആനന്ദം നിറഞ്ഞ വസ്തു അല്ല. പലരിലും പലതരത്തിലാണ് വസ്തുക്കൾ പ്രവർത്തിക്കുന്നത്. ചിലർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ ചിലർക്കത് വെറുപ്പാവും, ചിലർക്ക് അത് സങ്കടം വരെ കൊടുക്കും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നോക്കുക. അഗ്നിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുപോലെ അഗ്നി അനുഭവപ്പെടുക, അല്ലേ? അഗ്നിയിൽ തൊട്ടാൽ എല്ലാവർക്കും ചൂടാ. എല്ലാ ജീവികൾക്കും അഗ്നി ചൂട് തന്നെയാണ്. അത് അഗ്നിയുടെ ഉഷ്ണം എല്ലാവർക്കും ഒരുപോലെ. അതുപോലെയാണോ വസ്തുവിൽ ആനന്ദമുണ്ട് എന്ന് പറഞ്ഞാൽ? അല്ല, വസ്തുവിൽ ആനന്ദം എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ സങ്കടവും കൂടെ ആവും. അപ്പോ നമ്മളൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കിട്ടി, നേടി അനുഭവിക്കുമ്പോൾ നമ്മളൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്, ആനന്ദം തന്നെ പറയാം. ഇപ്പോ ആനന്ദമയ കോശമല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. വസ്തുവിൽ ആനന്ദമില്ല എന്ന് ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ പിന്നെ ഈ ആനന്ദം എവിടുന്ന് വന്നു? എവിടെ നിന്നാണ് ഈ ആനന്ദം വന്നത്? അപ്പോ ശാസ്ത്രം അതിന്റെ മറുപടി പറയാണ്. എങ്ങനെയാണോ ജഡമായ മനസ്സില്, മനോമയം പഠിച്ചപ്പോ പഠിച്ചു, ജഡമായ മനസ്സില് ചേതനത്വം, അറിവ് അവിടെ ഇല്ലായിരുന്നു എങ്കിലും ആത്മാവിന്റെ പ്രതിബിംബം അവിടെ വന്നപ്പോൾ അവിടെ ആ മനസ്സിന് ചേതനത്വം വന്നു. ജഡമായ മനസ്സിന്, അറിവൊന്നുമില്ലാതിരുന്ന മനസ്സിന് ആത്മാവിന്റെ പ്രതിബിംബം വന്നപ്പോൾ, അതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അത് മനസ്സിലാക്കിയതാണ്. ആ ചിദാഭാസൻ ആയപ്പോൾ, ആ കണ്ണാടി പ്രതിബിംബിക്കുന്ന പോലെ മനസ്സില് ആത്മാവിന്റെ പ്രതിബിംബം വന്നപ്പോൾ ഒരു ചെറിയൊരംശം അറിവ് അവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ ആ ജഡമായ മനസ്സ് ചേതനമായി. അതുപോലെ ആത്മാവിന്റെ പ്രതിബിംബം ആണ് അവിടെ ചേതനത്വം ഉണ്ടാക്കിയത്. അതുപോലെ ആനന്ദസ്വരൂപമായ ആത്മാവിന്റെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ആനന്ദസ്വരൂപമായ ആത്മാവിന്റെ പ്രതിബിംബത്തെയാണ് നമ്മള് മനസ്സില് ഇഷ്ടവസ്തു കിട്ടുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ആനന്ദം ആയി അനുഭവിക്കും. വളരെ ക്ലിയർ ആണല്ലോ. എങ്ങനെയാണോ ജഡമായ മനസ്സില് അറിവില്ലാതിരുന്ന സമയത്ത്
ഒരു ചെറിയ അറിവ്, ചേതനത്വം ആത്മാവിന്റെ പ്രതിബിംബത്താൽ ഉണ്ടായത്, അപ്പോൾ മനസ്സ് ചേതനമായത്, അതുപോലെ ആനന്ദമയമായ ആത്മാവിന്റെ പ്രതിബിംബമാണ് നമ്മള് ഇഷ്ടവസ്തുവൊക്കെ കിട്ടുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന ആ ആനന്ദം. ആത്മാവിന്റെ ആനന്ദത്തിന്റെ പ്രതിബിംബം, ആത്മാവിലെ ആനന്ദത്തിന്റെ പ്രതിബിംബം. നേരത്തെ മനോമയത്തില് ആത്മാവിന്റെ അറിവിന്റെ അംശമാണ് അവിടെ പ്രതിബിംബിച്ചത്. ഇവിടെ ആത്മാനന്ദം എന്ന് പറയുന്ന പരമാത്മാവിന്റെ ആനന്ദത്തിന്റെ പ്രതിബിംബമാണ് ഇവിടെ നമുക്ക് ആനന്ദമായിട്ട് അനുഭവപ്പെടുന്നത്. പ്രതിബിംബമാണ്, അതാണ് അവിടുത്തെ പ്രത്യേകത. പ്രതിബിംബം മാത്രമാണ്, ഒറിജിനൽ ആനന്ദമല്ല, പ്രതിബിംബം. സച്ചിദാനന്ദ സ്വരൂപന്റെ, പരമാനന്ദ സ്വരൂപന്റെ, ആനന്ദമയത്തിന്റെ, ആനന്ദമയ കോശമല്ല, ആനന്ദ പരമാത്മാവിന്റെ ഒരു പ്രതിബിംബമാണ് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം. നല്ല ഒരു വളരെ വിലപ്പെട്ട ഒരു അറിവല്ലേ അത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ തരത്തിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരേ വസ്തു എല്ലാവർക്കും ആനന്ദം കൊടുക്കണം, അത് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ ആത്മാവിന്റെ പ്രതിബിംബത്തെയാണ്, ആനന്ദസ്വരൂപ ആത്മാവിന്റെ പ്രതിബിംബത്തെയാണ് നാം മനസ്സിൽ അനുഭവിക്കുന്നത്. മനസ്സിൽ സൂക്ഷ്മമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ ചിന്തകളിൽ ആത്മാവിന്റെ ആനന്ദം പ്രതിബിംബിക്കുന്നു. മനസ്സിൽ സൂക്ഷ്മമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ, അതിസൂക്ഷ്മമാണ്, സൂക്ഷ്മമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ ചിന്തകളിൽ ആത്മാവിന്റെ ആനന്ദം പ്രതിബിംബിക്കുന്നു. അതിനാൽ നാം അനുഭവിക്കുന്ന ആനന്ദങ്ങൾ ഒന്നും ഒറിജിനൽ അല്ല, പ്രതിബിംബം മാത്രമാണ്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നമുക്ക് സന്തോഷമുണ്ട്, അത് പ്രതിബിംബം മാത്രമാണെങ്കിൽ ഒറിജിനൽ ആനന്ദം എന്തുമാത്രം നമ്മളെ ആകർഷിക്കും എന്നുള്ളത് ഓർത്താൽ തീർച്ചയായിട്ടും അന്തിമ ലക്ഷ്യമായ ആ ആത്മസ്വരൂപം, സ്വയം ആത്മാ എന്ന തിരിച്ചറിവിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആനന്ദമയ കോശം എന്നാൽ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ആനന്ദമയ കോശം എന്നാൽ ആത്മാവിന്റെ ആനന്ദത്തിന്റെ പ്രതിബിംബം. അടിവരയിട്ടുള്ളുക. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ആനന്ദത്തിന്റെ പ്രതിബിംബം, റിഫ്ലക്റ്റഡ് ആനന്ദം. അതാണ് ആനന്ദമയ കോശം. റിഫ്ലക്റ്റഡ് ആനന്ദമാണ് ആനന്ദമയ കോശം. അപ്പോ ചോദിക്കാണ്, ശരി അങ്ങനെ ആവട്ടെ, എനിക്ക് പ്രതിബിംബാനന്ദം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് പ്രതിബിംബാനന്ദം മതി, പ്രതിബിംബാനന്ദം എനിക്ക് വേണം, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ഉണ്ടല്ലോ മറുപടി. മനസ്സിൽ ആത്മാനന്ദം പ്രതിബിംബിക്കണം, അപ്പോഴേ എനിക്ക് ആനന്ദം കിട്ടുള്ളൂ. എനിക്ക് പ്രതിബിംബാനന്ദം വേണമെങ്കിലോ എന്റെ മനസ്സിൽ ആത്മാനന്ദം പ്രതിബിംബിക്കണം, അപ്പോഴേ എനിക്ക് പ്രതിബിംബാനന്ദമെങ്കിലും കിട്ടുകയുള്ളൂ. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചോദിക്കുകയാണ്, അതെപ്പോഴായി പ്രതിബിംബിക്കുക? ഇതൊരു ചോദ്യം. ആനന്ദം വേണം, പ്രതിബിംബാനന്ദം മതി, ഓക്കെ കുഴപ്പമില്ല, എനിക്കത് മതി വേണം. അപ്പൊ അതെങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിൽ ആത്മാവിന്റെ പ്രതിബിംബം, ആത്മാനന്ദത്തിന്റെ പ്രതിബിംബം ഉണ്ടാവുമ്പോൾ പ്രതിബിംബാനന്ദം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നു, ഇത് എപ്പോഴാ ഇത് പ്രതിബിംബിക്കുക? അപ്പോഴല്ലേ ആനന്ദം കിട്ടുള്ളൂ. പ്രതിബിംബാനന്ദം അതെങ്കിൽ അത് മതി എന്ന് പറയുമ്പോ എപ്പോഴാണ് ഇത് പ്രതിബിംബിക്കുക? അപ്പൊ പറയുന്നു, സൂക്ഷ്മ ചിന്തകളിൽ പ്രതിബിംബിക്കും. സൂക്ഷ്മ ചിന്തകളിലാണ് ഇത് പ്രതിബിംബിക്കുന്നത്. മനസ്സിലെ അതിസൂക്ഷ്മമായ ചിന്തകളിലാണ് ഇത് പ്രതിബിംബിക്കുന്നത്. ഈ പ്രതിബിംബത്തിന് പല താരതമ്യങ്ങളുണ്ട്. ഈ പ്രതിബിംബത്തിന് തന്നെ പല താരതമ്യങ്ങളുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ നല്ല അധികമായിട്ടുള്ള സന്തോഷം, ഒരു സമമായിട്ടുള്ള സന്തോഷം, ചെറിയ സന്തോഷം, കുറച്ചുകൂടെ വലുത്, അങ്ങനെ പലതരത്തില് താരതമ്യമുണ്ട് ഇതിന്, നമുക്ക് അനുഭവിക്കുന്ന സന്തോഷത്തിന്, ഇല്ലേ? എല്ലാത്തിനും ഒരുപോലെയാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷം? അല്ല, പല പല രീതിയിലാണ്.
ഇപ്പോ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം നമുക്കൊരു ടി വി കണ്ടാൽ എങ്ങനെ ഇരിക്കും? ടി വിയിൽ നല്ലൊരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ചിലർക്ക് അതിലൊരു സന്തോഷം കാണില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് മതി എന്നുണ്ടാവും, അല്ലേ? സാധാരണ നിലയ്ക്ക് നല്ല ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും, ഇല്ല എനിക്ക് ഇത് മതി, ഇതിനോടാണ് ഇപ്പൊ താല്പര്യം, മറ്റേതിനോട് ഇപ്പൊ താല്പര്യമില്ല. അപ്പൊ താല്പര്യത്തിന്റെ വേരിയേഷൻ അവിടെ ഉണ്ടായി. രണ്ടും രണ്ടാണ്. എന്തുകൊണ്ടാ? ക്ലാസ്സിൽ കൂടുതൽ താല്പര്യം തോന്നുന്നത് കൊണ്ട് ടി വിയിലെ പരിപാടികൾ ഇപ്പൊ താല്പര്യമില്ല. എന്നാൽ ടി വിയിൽ ഇപ്പൊ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, നല്ലൊരു സംഭവമാണ്, അത് ഇതിനെക്കാട്ടിലും മികച്ചതാണെന്ന് തോന്നുന്നവർ എന്ത് ചെയ്യും? അതിൽ പോകും, അല്ലെ? അവിടെ ആനന്ദം കൂടുതലാണ് എന്ന് തോന്നിയാൽ അങ്ങോട്ട് പോകും. അപ്പൊ ആനന്ദത്തിന് ഏറ്റക്കുറച്ചിലുണ്ടല്ലോ മനസ്സിൽ, ഉറപ്പല്ലേ? എല്ലായ്പ്പോഴും ഒരേ രീതിയിലാണോ? അല്ല. എല്ലാത്തിനോടും ഒരേ സമീപനമാണോ? അല്ല. അപ്പൊ ഏറ്റക്കുറച്ചിൽ അവിടെ ഉണ്ട്, താരതമ്യം ഉണ്ട്, ഗ്രഡേഷൻ ഉണ്ട്. ഈ ഗ്രഡേഷനെ മൂന്നായിട്ട് ശാസ്ത്രം തിരിക്കുന്നുണ്ട്. ഈ ആനന്ദത്തെ മൂന്നായിട്ട് ശാസ്ത്രം തിരിക്കുന്നുണ്ട്. ഈ പ്രതിബിംബ ആനന്ദത്തെ മൂന്നായി ശാസ്ത്രം തിരിക്കുന്നു. പ്രതിബിംബാനന്ദമാണ് ആനന്ദമയ കോശം. ഈ പ്രതിബിംബാനന്ദത്തെ ശാസ്ത്രം മൂന്നായി തിരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം നോക്കാം. വളരെ വ്യക്തമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഏറ്റവും തകരാറ് പറ്റുന്ന സ്ഥലവും ഈ ആനന്ദമയ കോശം തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും ഈ ആനന്ദമയ കോശമാണ്. അതിനപ്പുറം ആരും പോകാറില്ല. പക്ഷെ പോകണം എന്ന് ശങ്കരാചാര്യസ്വാമി പറയുന്നു. ഇവിടെ കിട്ടുന്ന വെറും പ്രതിബിംബമാണ്, ഒറിജിനലിലേക്ക് പോണ്ടേ. പ്രതിബിംബത്തിൽ ഇരുന്നാൽ മതിയോ? പോരാ. അതിപ്പോ നമ്മൾ മനസ്സിലാക്കിയത്, നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇഷ്ടവസ്തുക്കളുടെ ദർശനം, പ്രാപ്തി, അനുഭവം, ഇത് മൂന്നും തരുന്നത് പ്രതിബിംബാനന്ദം മാത്രമാണ്. അതിനെങ്ങനെ വേരിയേഷൻസ് ഉണ്ട്, പല രീതിയിൽ പല അളവിലാണ് അത് വരുന്നത്. അതുകൊണ്ട് ശാസ്ത്രം തന്നെ അതിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. അത് നമുക്ക് അടുത്ത ദിവസം അതിന് വിശദമായിട്ട് ആ മൂന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. 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 സായിരാം സാർ. സായിരാം. സായിരാം സാർ.